ഒരു വാർത്താ ദിനം അവസാനിക്കുമ്പോൾ ഇന്ന് പുറത്തുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ലേറ്റ് എഡിഷൻ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ മരണം 500 കടന്നു. 10,000-ലധികം പേർ അറസ്റ്റിലായി. അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കുറ്റപ്പെടുത്തി. വിവരങ്ങളുമായി മെറിൻ മേരി ചാക്കോ ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. മെറിൻ, മുൻപും അമേരിക്ക ഭീഷണി മുഴക്കിയതിന് പിന്നാലെ വലിയ തിരിച്ചടി അമേരിക്കയ്ക്കെതിരെ ഉണ്ടാകുമെന്ന് ഇറാൻ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് 500 പേർ ഈ കലാപങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. 10,000-ഓളം പേർ അറസ്റ്റിലാകുമ്പോൾ എന്താണ് നിലവിൽ ഇറാനിലെ സാഹചര്യം? പ്രവിധ, ഇറാൻ അക്ഷരാർത്ഥത്തിൽ കത്തുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഇറാൻ ഭരണകൂടത്തിനെതിരായ അല്ലെങ്കിൽ സർക്കാരിനെതിരായ പ്രക്ഷോഭത്തിൽ ഇപ്പോൾ 500-ലധികം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നാണ് വിവരം. 538-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരം. 10,000-ലധികം പേർ തടവിലാക്കിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. നേരത്തെ ഡിസംബർ 28-നാണ് കറൻസി മൂല്യ തകർച്ചയ്ക്കും അതുപോലെ തന്നെ പണപ്പെരുപ്പത്തിനുമെതിരെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ആരംഭിച്ചത്. അത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ഇത് പിന്നീട് ഇസ്ലാമിക ഭരണം അല്ലെങ്കിൽ ഇറാൻ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭമായി മാറി. ആയത്തുള്ള അലി ഖമനയ്ക്കെതിരെയുള്ള ഒരു പ്രക്ഷോഭമായി തന്നെ ഇത് മാറുകയും ചെയ്തു. അതുകൊണ്ട് പ്രക്ഷോഭകാരികളെ ദൈവത്തിൻ്റെ ശത്രുക്കളാക്കി കണക്കാക്കുമെന്നും അവരെ ശക്തമായി നേരിടുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ഇറാനിലെ പ്രക്ഷോഭകാരികളെ, സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകാരികളെ പിന്തുണച്ചുകൊണ്ട് ഇറാൻ മുൻപെങ്ങുമില്ലാത്ത വിധം സ്വാതന്ത്ര്യത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. അവരെ സഹായിക്കാൻ അമേരിക്ക സന്നദ്ധമാണെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇത് വ്യക്തമാക്കിയത്. ഇതിനാണ് ഇപ്പോൾ ഇറാൻ മറുപടി നൽകിയിരിക്കുന്നത്. ഇറാന്റെ കാര്യങ്ങളിൽ, ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അത്തരത്തിൽ ഇടപെട്ടാൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നും ഇപ്പോൾ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. മാത്രമല്ല, ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തന്നെ പറഞ്ഞിരിക്കുന്നു, ഇസ്രായേലും അമേരിക്കയും ഇറാനിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ ഒരു അനാർക്കി ഉണ്ടാക്കുന്നത് ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ചേർന്നാണ്. ഇതിന് ശക്തമായ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ഇപ്പോൾ രൂക്ഷമായി തന്നെ തുടരുകയാണ്. 5-ാം ദിവസവും ഇന്റർനെറ്റ് അതേപോലെ തന്നെ എല്ലാം വിച്ഛേദിച്ചിരിക്കുകയാണ്. പ്രക്ഷോഭങ്ങളുടെ വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത് സ്റ്റാർലിങ്ക് വഴിയാണ്. ഇതിന്റെ പ്രക്ഷോഭങ്ങളുടെ വിവരങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വരുന്നത്. വൻതോതിലുള്ള അടിച്ചമർത്തലുമെല്ലാം അവിടെ നടക്കുന്നുണ്ട്. പ്രധാനമായും ടെഹ്റാനിലെല്ലാം, തലസ്ഥാനമായ ടെഹ്റാനിലെല്ലാം വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ ചിത്രം ചുരുട്ടി സിഗരറ്റ് വലിക്കുന്ന സ്ത്രീകളുടെ ചിത്രമെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അത്രയ്ക്കും വിലക്കുകൾക്കെതിരെ ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യത്തിനെതിരെ കൂടെയുള്ള ഒരു പ്രക്ഷോഭമായി ആ ഒരു പ്രക്ഷോഭം മാറിയിരിക്കുന്നു. ഡെത്ത് ടു ദ ഡിക്റ്റേറ്റർ എന്ന പേരിലാണ് ഡിസംബർ 28-ന് ഈ ഒരു പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ 500-ലധികം പേർ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇറാനിലെ വിവരങ്ങളാണ് മെറിൻ മേരി ചാക്കോ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. നിയമസഭാ തിരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് ചൂടേറും. CPIM നേതാക്കൾ ജനങ്ങളിൽ നിന്നും അകലുന്നുവെന്ന മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങളെ കേൾക്കാൻ നേതാക്കൾ തയ്യാറാകണം. മുന്നിലിരിക്കുന്ന ജനങ്ങളെ നോക്കാതെ മൊബൈലിൽ നോക്കിയിരിക്കുന്ന നേതാക്കളുണ്ട്. CPIM കോഴിക്കോട് ജില്ലാ നേതൃയോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം കോർപ്പറേഷൻ നേടിയ BJP ഇനി കേരളത്തിൽ BJPയുടെ മുഖ്യമന്ത്രിയെയാണ് കാണാൻ പോകുന്നത് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ശബരിമലയുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെ വിശ്വാസം സംരക്ഷിക്കാൻ കഴിയുമെന്നും അമിത്ഷാ ചോദിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള തിരഞ്ഞെടുപ്പിൽ ആയുധമാക്കാൻ BJP കോർ കമ്മിറ്റി യോഗത്തിൽ അമിത്ഷാ നിർദ്ദേശം നൽകി. വികസിത സുരക്ഷിത വിശ്വാസ സംരക്ഷണ കേരളമെന്ന മുദ്രാവാക്യമുയർത്തിയാണ് BJPയുടെ തിരഞ്ഞെടുപ്പൊരുക്കം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും കടന്നാക്രമിച്ച അമിത്ഷാ ഗുജറാത്ത് മോഡലിൽ കേരളത്തിൽ BJP സർക്കാർ ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചു. ശബരിമലയിലെ സ്വത്ത് സംരക്ഷിക്കാൻ കഴിയാത്ത സർക്കാർ എങ്ങനെ വിശ്വാസം സംരക്ഷിക്കുമെന്നും വിമർശനം. सबरीमाला के अंदर आपने देवस्थान का जो खजाना चोरी हुआ है वो सिर्फ केरल के लोगों की आस्था का सवाल नहीं है, पूरे देश के लोग बड़ी शंका के साथ आपको देख रहे हैं. കേരളത്തിൽ NDAയും മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി എന്നിവർ ഉൾപ്പെടുന്ന UDFും തമ്മിലാണ് പ്രധാന മത്സരമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ ജനങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. NDAയും മറുവശത്ത്
കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിൻ്റെയും UDF. BJP ആസ്ഥാനത്ത് ചേർന്ന NDA നേതൃയോഗത്തിലും കോർ കമ്മിറ്റി യോഗത്തിലും അമിത്ഷാ പങ്കെടുത്തു. ജനുവരിയിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടി സംസ്ഥാനത്തെത്തിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ കളം പിടിക്കാനാണ് BJPയുടെ ശ്രമം. 24 തിരുവനന്തപുരം. കൊച്ചി മേയറെ തീരുമാനിച്ചതിൽ സാമുദായിക സംഘടനയുടെ ഇടപെടൽ ഉണ്ടായെന്ന മേയർ VK മിനിമോളുടെ പരാമർശം ആയുധമാക്കി CPIM. പറയുന്നതിന് വിപരീതമായാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രവൃത്തിയെന്ന് മന്ത്രി P രാജീവും CPIM ജില്ലാ കമ്മിറ്റി സെക്രട്ടറി S സതീഷും വിമർശിച്ചു. മേയറുടെ പരാമർശം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടതായി VD സതീശൻ പ്രതികരിച്ചു. മേയർ സ്ഥാനത്തിനായി ലത്തീൻ സഭ ഇടപെട്ടെന്നും തനിക്കായി പിതാക്കന്മാർ സംസാരിച്ചിരുന്നു എന്നുമുള്ള മേയർ VK മിനിമോളുടെ വെളിപ്പെടുത്തലാണ് കോൺഗ്രസിനെ കുരുക്കിലാക്കിയത്. KRLCC ജനറൽ അസംബ്ലി ഉദ്ഘാടന വേദിയിലായിരുന്നു മേയറുടെ പരാമർശം. സാമുദായിക ഇടപെടൽ ഉണ്ടായില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയ്ക്ക് വിപരീതമായി മേയർ വെളിപ്പെടുത്തൽ നടത്തിയതോടെ VD സതീശന് മന്ത്രിയുടെ പരിഹാസം. അവർ തെരഞ്ഞെടുക്കുന്ന മാനദണ്ഡം എന്താണെന്ന് ഇപ്പൊ വ്യക്തമായി. എന്ന് മാത്രമല്ല, ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങുന്നവരല്ല. ഞങ്ങൾ വളരെ ആദർശശുദ്ധിയുള്ളവരാണെന്നൊരു വസ്തു പറയും. എന്നിട്ട് രഹസ്യമായി അവിടെ പോയി സന്ദർശിക്കും. അത്തരം കാര്യങ്ങൾ ഇടപെടും. വിഷയത്തിൽ മറുപടി പറയേണ്ടത് VD സതീശനെന്ന് CPIM ജില്ലാ സെക്രട്ടറി S സതീഷ് 24നോട്. മേയറുടെ പ്രസ്താവനയെ സംബന്ധിച്ച് പറയേണ്ടത് VD സതീശനാണ്. ഒരു സാമുദായിക സംഘടനകളുടെയും തിണ്ണമരുങ്ങുന്നവരല്ല ഞങ്ങൾ എന്നാണ് പ്രതിപക്ഷ നേതാവ് പല ആവർത്തിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പറയുന്നതിന് വിപരീതമായ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ് പിന്നീട് വരുന്ന ഓരോ സംഭവങ്ങളും നമ്മളെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. മേയറുടേത് വൈകാരിക പ്രതികരണമായിരുന്നെന്ന് VD സതീശൻ. എന്നോടോ DCC പ്രസിഡന്റിനോടോ എറണാകുളം ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാരോടോ ഒരു സഭയും ആവശ്യപ്പെട്ടിട്ടില്ല ഒരാളെ മേയറാകാൻ പറഞ്ഞു. അവർ പറഞ്ഞപ്പോൾ അത് വൈകാരികമായി പറഞ്ഞതാണ്. പരാമർശം അനവസരത്തിലായി എന്നാണ് DCC നേതൃത്വത്തിന്റെ നിലപാട്. പരാമർശത്തിൽ മേയർ തന്നെ വ്യക്തത വരുത്തിയ സാഹചര്യത്തിൽ വിഷയത്തിൽ ചർച്ചകൾ ഒഴിവാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കരുതലോടെയാണ് കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കുന്നത്. 24 കൊച്ചി. കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ സംയുക്ത കിസാൻ മോർച്ച ഈ മാസം 19-ന് ലഖിംപൂർ ഖേരിയിൽ മഹാപഞ്ചായത്ത് ചേരും. വൈദ്യുതി ഭേദഗതി ബില്ലിന്റെ കരടിൽ നിന്നും മോദി സർക്കാർ പിന്മാറണമെന്നും സംയുക്ത കിസാൻ മോർച്ച മുന്നറിയിപ്പ് നൽകി. മോദി സർക്കാരിന്റെ കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് സംയുക്ത കിസാൻ മോർച്ചയുടെ പ്രഖ്യാപനം. BBG റാംജി നിയമം, വിത്ത് ബില്ല്, വൈദ്യുതി ഭേദഗതി ബില്ല് എന്നിവയ്ക്കെതിരെ ഈ മാസം 16-ന് പ്രതിരോധ ദിനം ആചരിക്കാനാണ് തീരുമാനം. ഈ മാസം 19-ന് ലഖിംപൂർ ഖേരിയിൽ മഹാപഞ്ചായത്ത് നടത്തും. ഈ മാസം 26-ന് ട്രാക്ടർ റാലിയും സംയുക്ത കിസാൻ മോർച്ച പ്രഖ്യാപിച്ചു. ഓരോ സംസ്ഥാനങ്ങളിലും സംഘടനകൾ ട്രാക്ടർ റാലി നടത്തും. വൈദ്യുതി ഭേദഗതി ബിൽ പാർലമെന്റിൽ കൊണ്ടുവന്നാൽ അതിന്റെ അടുത്ത ദിവസം മുതൽ ശക്തമായ സമരവുമായി സംഘടനകൾ തെരുവിലിറങ്ങുമെന്നും സംയുക്ത കിസാൻ മോർച്ച മുന്നറിയിപ്പ് നൽകി. വൈദ്യുതി ഭേദഗതി ബില്ലിന്റെ കരടിൽ നിന്നും മോദി സർക്കാർ പിന്മാറണമെന്നും ആവശ്യപ്പെട്ടു. സംയുക്ത കിസാൻ മോർച്ച ജനറൽ ബോഡി യോഗത്തിലാണ് കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനമെടുത്തത്. 24 ഡൽഹി. ആക്രമണത്തിനു ശേഷം സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം തടഞ്ഞുവെന്ന് കോൺഗ്രസിനെയും നെഹ്റുവിനെയും ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണം. അടിമപ്പെട്ട മനസ്സാണ് ഇതിന് കാരണമെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. സോമനാഥ് സ്വാഭിമാൻ പർവ് ആഘോഷങ്ങളിൽ പങ്കെടുത്താണ് പ്രധാനമന്ത്രിയുടെ വിമർശനം. ആദ്യ വൈദേശിക ആക്രമണത്തിന്റെ 1000 വർഷങ്ങൾ സ്മരിക്കുന്ന സോമനാഥ് ക്ഷേത്രത്തിന്റെ സ്വാഭിമാൻ പർവ് ആഘോഷങ്ങൾക്കിടെയാണ് കോൺഗ്രസിനെ ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രിയുടെ വിമർശനം. നിരവധി തവണ സോമനാഥ് ക്ഷേത്രം ആക്രമിക്കപ്പെട്ടു. ആക്രമണത്തിന്റെ ലക്ഷ്യം കൊള്ളയടിക്കുകയായിരുന്നില്ല. ആക്രമണത്തിനു ശേഷം സോമനാഥ് ക്ഷേത്രം പുനർനിർമ്മിക്കാൻ ആവശ്യപ്പെട്ട സർദാർ വല്ലഭായ് പട്ടേലിനെ അതിൽ നിന്നും തടഞ്ഞുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സോമനാഥ് മഹാദേവ് के मंदिर पर फहरा रही ध्वजा पूरी सृष्टि का आह्वान कर रही है कि हिंदुस्तान की शक्ति क्या है, उसका सामर्थ्य क्या है. ക്ഷേത്രത്തെ മസ്ജിദാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. ആക്രമണങ്ങളെ വെള്ളപൂശാൻ ശ്രമിച്ചു. ക്ഷേത്രത്തിനെതിരെ നടന്ന ആക്രമണങ്ങളുടെ സത്യം മറച്ചുവെച്ചു. രാജ്യത്തിന്റെ അസ്തിത്വത്തിന്റെ അടയാളമാണ് സോമനാഥ് ക്ഷേത്രമെന്നും മോദി. സോമനാഥ് ക്ഷേത്രത്തിലേക്ക് 108 കുതിരകളുടെ അകമ്പടിയോടെയുള്ള ശൗര്യയാത്ര നയിച്ചാണ് പ്രധാനമന്ത്രി എത്തിയത്. ക്ഷേത്രത്തിൽ ആരാധന നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി
തുടർന്നുള്ള ആഘോഷങ്ങളുടെയും ഭാഗമായി. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, ആഭ്യന്തരമന്ത്രി ഹർഷ സാങ്വി തുടങ്ങിയ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. 24 ഡൽഹി. ഐപാക്കിലെ ഇഡി പരിശോധനയെ തുടർന്ന് പശ്ചിമ ബംഗാളിൽ ബിജെപിയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുണ്ടായ രാഷ്ട്രീയ പോര് പുതിയ തലത്തിലേക്ക്. അന്വേഷണം ആവശ്യപ്പെട്ട് ഇഡിയും തടസ്സ ഹർജിയുമായി ടിഎംസിയും സുപ്രീം കോടതിയെ സമീപിച്ചു. കേസ് നാളെ കോടതി പരിഗണിച്ചേക്കും. അതിനിടെ ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ വാഹനവ്യൂഹത്തിന് നേരെ ആക്രമണമുണ്ടായെന്ന പരാതിയിൽ ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കെ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ബിജെപി പോര് കനക്കുന്നു. ഐപാക്കിനെതിരായ കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയെ സമീപിച്ചു. റെയ്ഡ് തടഞ്ഞ് രേഖകൾ കൈക്കലാക്കിയ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ സിബിഐ അന്വേഷണം വേണമെന്നാണ് ഇഡിയുടെ ആവശ്യം. ടിഎംസിയുടെ അഴിമതികൾ പുറത്തുവരുമെന്ന ഭയത്തിലാണ് ഇഡിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തിയതെന്ന് ബിജെപിയും വിമർശിച്ചു. അതേസമയം കൊൽക്കത്ത ഹൈക്കോടതിയിൽ നൽകിയ അപേക്ഷ അടിയന്തരമായി പരിഗണിക്കാത്ത സാഹചര്യത്തിൽ ഇഡി സുപ്രീം കോടതിയെ സമീപിച്ചതിനെതിരെ ടിഎംസിയും തടസ്സ ഹർജി നൽകി. ഐപാക് ഓഫീസിൽ ഇഡി നടത്തിയ റെയ്ഡ് ബിജെപിക്കെതിരെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ ആയുധമാക്കുകയാണ് മമതയും തൃണമൂൽ കോൺഗ്രസും. അതിനിടെ പശ്ചിമ മേദിനിപൂർ ജില്ലയിൽ ടിഎംസി പ്രവർത്തകർ വാഹനവ്യൂഹം ആക്രമിച്ചെന്ന ആരോപണവുമായി ബിജെപി നേതാവും ബംഗാളിലെ പ്രതിപക്ഷ നേതാവുമായ സുവേന്ദു അധികാരി രംഗത്തെത്തി. അർദ്ധരാത്രിയിൽ ചന്ദ്രകോണ പോലീസ് സ്റ്റേഷനിൽ നടത്തിയ പ്രതിഷേധത്തിനൊടുവിൽ ബംഗാൾ സർക്കാരിനോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 24 ഡൽഹി. ഇനി ശബരിമല വാർത്തകളാണ്. ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമല മകരവിളക്കിന് മുന്നോടിയായി എരുമേലി പേട്ടതുള്ളൽ നടന്നു. ഇത്തവണയും 10,000-കണക്കിന് ഭക്തരാണ് പേട്ടതുള്ളാനെത്തിയത്. അയ്യപ്പന്റെ മാതൃസ്ഥാനികരായ അമ്പലപ്പുഴ സംഘമാണ് ആദ്യം പേട്ടതുള്ളിയത്. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. പന്ത്രണ്ടരയോടെ ശ്രീകൃഷ്ണപ്പരുന്ത് അമ്പലപ്പുഴ ഭഗവാന്റെ വരവറിയിച്ച് വട്ടമിട്ട് പറന്നു. പിന്നാലെ കൊച്ചമ്പലത്തിലെത്തിയ അമ്പലപ്പുഴ സംഘം സമൂഹ പെരിയോൻ N ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ ചടങ്ങുകളിലേക്ക് കടന്നു. പേട്ടപ്പണം സമർപ്പിച്ച് തിടമ്പേറ്റിയ ഗജവീരന്മാർക്കൊപ്പം പേട്ടതുള്ളി പുറത്തേക്ക്. തുടർന്ന് ബാബരെ കാണാൻ നൈനാർ പള്ളിയിലെത്തിയ സംഘത്തെ ജമാഅത്ത് ഭാരവാഹികൾ സ്വീകരിച്ചു. നൈനാർ പള്ളിയിൽ വലം വെച്ച ശേഷം ബാബറുടെ പ്രതിനിധിയെയും കൂട്ടിയാണ് അമ്പലപ്പുഴ സംഘം വലിയമ്പലത്തിലേക്ക് തിരിച്ചത്. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അയ്യപ്പന്റെ പിതൃസ്ഥാനീയരായ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. യോഗം പെരിയോൻ AK വിജയകുമാറിന്റെ നേതൃത്വത്തിലാണ് ആലങ്ങാട് സംഘം പേട്ടതുള്ളിയത്. ബാബർ സ്വാമി അമ്പലപ്പുഴ സംഘത്തിനൊപ്പം പോയി എന്ന വിശ്വാസത്തിൽ ബാബര് പള്ളിക്ക് പുറത്തുനിന്ന് തൊഴുത് ആലങ്ങാട് സംഘവും മടങ്ങി. 24 കോട്ടയം. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം വീണ്ടും പാക് ഡ്രോണുകൾ കണ്ടതായി സംശയം. ജമ്മു കാശ്മീരിലെ നൌഷീറ സെക്ടറിലാണ് സംഭവം. ഡ്രോണിന് നേരെ ഇന്ത്യൻ സൈന്യം വെടിയുതിർത്തു. പ്രദേശത്ത് നിന്ന് നിരവധി ഡ്രോണുകൾ കണ്ടെത്തിയതായും വിവരമുണ്ട്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് വിവരങ്ങളുമായി. ശ്രീജിത്ത്, പാക് ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തിയിൽ കണ്ടെത്തുന്നത് ഒരു സ്ഥിരം സംഭവമായി ഇപ്പോൾ മാറുകയാണ്. എന്തൊക്കെ നടപടി സൈന്യം സ്വീകരിച്ചതായി അറിയാൻ സാധിക്കുന്നു? പ്രവിധ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നിരവധി ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തി കടക്കുകയും അത് വെടിവെച്ചിടുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഉണ്ടായ സാഹചര്യം നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ വീണ്ടും സമാനമായ അവസ്ഥയിൽ സമാനമായ സാഹചര്യത്തിൽ രജൌരി, ജമ്മു കശ്മീരിലെ രജൌരി, സാംബ, പൂഞ്ച് മേഖലകളിൽ വീണ്ടും ഡ്രോണുകൾ കാണുന്നു, ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടുന്നു. സൈന്യം കൃത്യമായി ഇടപെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ജമ്മു കശ്മീരിലെ അതിർത്തിയിൽ നിയന്ത്രണം ശ്രീജിത്ത് പറയുന്നത് വ്യക്തമാകുന്നില്ല. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് വീണ്ടും പാക് ഡ്രോണുകൾ കണ്ടതായി സംശയം. ജമ്മു കാശ്മീരിലെ നൌഷേറ സെക്ടറിലാണ് സംഭവം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം സമാനമായ സംഭവം ആവർത്തിക്കുകയാണ്. ഡ്രോണിന് നേരെ ഇന്ത്യൻ സൈന്യം വെടിയുതിർത്തതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മറ്റു വാർത്തകളിലേക്ക്. കായിക വാർത്തകൾ. സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ഇന്ന് ബാഴ്സലോണ റയൽ മാഡ്രിഡ് ക്ലാസിക് ഫൈനൽ. രാത്രി 12:30 ജിദ്ദയിലാണ് മത്സരം. 2026 ആദ്യ എൽ ക്ലാസിക്കോ. സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ
തുടർച്ചയായ 4ാം തവണയും ചിരവൈരികളായ FC ബാഴ്സലോണയും റയൽ മാഡ്രിഡും മുഖാമുഖം. കഴിഞ്ഞ തവണത്തെ 5-2 പോലൊരു തകർപ്പഞ്ചയത്തോടെ കിരീടം നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ് ബാഴ്സലോണ. കണക്ക് തീർത്ത കപ്പ് വീണ്ടെടുക്കാൻ റയൽ മാഡ്രിഡും. അത്ലറ്റിക് ക്ലബിനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്തായിരുന്നു കറ്റാലൻസിന്റെ ഫൈനൽ പ്രവേശം. നാട്ടങ്കത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ 2-1 മറികടന്ന റയലും കലാശക്കളിക്ക് ടിക്കറ്റ് എടുത്തു. കഴിഞ്ഞ 9 മത്സരങ്ങളിലും ജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഹാൻസി ഫ്ലിക്കും സംഘവും. കഴിഞ്ഞ ഒക്ടോബറിൽ ലാലീഗയിൽ റയലിനോട് തോറ്റതിൽ പിന്നെ ആഭ്യന്തര മത്സരങ്ങളിൽ തോറ്റിട്ടില്ലെന്നതും കറ്റാലൻസിന് കരുത്തേകും. ലമീൻ യമാൽ, റാഫീഞ്ഞ, പെഡ്രി, ഫെർമിൻ ലോപ്പസ് തുടങ്ങിയവരുടെ മിന്നും ഫോമിനൊപ്പം ഗോൾമുഖത്ത് കോട്ട കെട്ടി നിൽക്കുന്ന യോവാൻ ഗാർസിയയും ബാഴ്സയുടെ കിരീട പ്രതീക്ഷകൾക്ക് നിറമേകുന്നു. അത്ലറ്റിക്കോയെ മറികടന്നതുപോലെ ബാഴ്സയെയും വീഴ്ത്താമെന്ന കണക്കുകൂട്ടലിലാണ് റയൽ. പരിക്ക് ഭേദമായി സൂപ്പർ താരം കിലിയൻ എംബാപ്പെ തിരിച്ചെത്തിയത് ലോസ് ബ്ലാങ്കോസിന്റെ കരുത്തുകൂട്ടും. വിനീഷ്യസ് ജൂനിയർ, ജൂഡ് ബെല്ലിംഗ്ഹാം എന്നിവരും പെരുമയ്ക്കൊത്ത പ്രകടനം പുറത്തെടുത്താൽ 2024 ശേഷം വീണ്ടും കപ്പ് മാഡ്രിഡിലെത്തും. സ്പോർട്സ് ഡെസ്ക് 24. കരൂർ ദുരന്തത്തിൽ തമിഴക ബാറ്ററി കഴകം അധ്യക്ഷൻ വിജയ് നാളെ ഡൽഹി CBI ഓഫീസിൽ ഹാജരാകും. രാവിലെ 11 മണിക്ക് ഓഫീസിലെത്തുമെന്നാണ് വിവരം. വിജയ്ക്ക് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയതായി ഡൽഹി പോലീസ് അറിയിച്ചു. 2 ദിവസം വിജയ് ഡൽഹിയിൽ തുടരുമെന്ന് TVK വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കരൂർ കേസിൽ ആദ്യമായാണ് വിജയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. നാളെ ഡൽഹി ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വിജയ്ക്ക് CBI സമൻസ് അയച്ചിരുന്നു. നാളെ രാവിലെ പ്രത്യേക വിമാനത്തിൽ വിജയ് ചെന്നൈയിൽ നിന്നും ഡൽഹിയിലേക്ക് തിരിക്കും. 2 ദിവസം ഡൽഹിയിൽ വിജയ് തങ്ങുമെന്ന് TVK വൃത്തങ്ങൾ അറിയിച്ചു. 13 വൈകിട്ടാകും ചെന്നൈയിലേക്ക് തിരിക്കുക. ഡൽഹിയിലെത്തുന്ന വിജയ്ക്ക് ശക്തമായ സുരക്ഷയൊരുക്കുമെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു. വിമാനത്താവളം, ഹോട്ടൽ, CBI ഓഫീസ് എന്നിവിടങ്ങളിലും വിജയ് യാത്ര ചെയ്യുന്ന റോഡിലും സുരക്ഷയൊരുക്കുമെന്നും പോലീസ് അറിയിച്ചു. നേരത്തെ TVK ജനറൽ സെക്രട്ടറി N. ആനന്ദ്, ആദവ് അർജുന തുടങ്ങിയ നേതാക്കളെ CBI പലവട്ടം ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിജയ്ക്ക് സമൻസ് അയച്ചത്. ഇന്നലെ വിജയുടെ പ്രചാരണ വാഹനം CBI കസ്റ്റഡിയിലെടുത്തിരുന്നു. കരൂരിലെ CBI ഓഫീസിലെത്തിച്ച വാഹനം പരിശോധനയ്ക്ക് ശേഷം ഉപാധികളോടെ വിട്ടു നൽകി. 2024 സെപ്റ്റംബർ 27 കരൂരിലെ വിജയുടെ റാലിക്കിടെ ദുരന്തമുണ്ടായത്. തിക്കിലും തിരക്കിലും പെട്ട 41 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 24 ചെന്നൈ. ലൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.